അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന റിസർച്ച് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും വളരെ വലിയൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിലെ കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്പർ വരുന്നത് 414/2025 ആണ്. അപ്പോൾ ആരും മറക്കണ്ട, 414/2025 കേട്ടോ. സോ നമ്മുടെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് തീയതി പറയുന്നത് ഡിസംബർ 3 ആണ്. 2025 ഡിസംബർ 3 ആണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞ പോലെ എവിടെയാണ്? എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് റിസർച്ച് ഓഫീസറായിട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇതിന്റെ കാറ്റഗറി നമ്പർ മറക്കരുത്, 414/2025 ആണ് കേട്ടോ. അതുപോലെ സ്കെയിൽ ഓഫ് പേ, നമ്മളെല്ലാവരും അറിയാൻ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് എത്രയാണ്? 51,400 മുതൽ 1,10,300 വരെയാണ് ആ ഒരു സാലറി പാക്കേജ് ഒക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വേക്കൻസീസിനെ കുറിച്ച് പറഞ്ഞാൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കേട്ടോ. നമുക്ക് ഇതുവരെ ശരിക്കും 18 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് എക്സാം നടന്നത് 2021 കേട്ടോ. 2021 ലാസ്റ്റ് എക്സാം നടന്നത്. അപ്പോൾ അതിൽ അഡ്വൈസ് പോയിരിക്കുന്നത് 18 അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഏജ് ലിമിറ്റ്, അടുത്ത നമുക്കെല്ലാവരും കാത്തിരിക്കുന്ന ഏജ് ലിമിറ്റ് എത്രയാണ്? 20 തൊട്ട് 36 ആണേ. എന്താണ് 20 തൊട്ട് 36 ആയേ? നമ്മൾ നോർമലി പറയുന്ന എല്ലാം എന്തായിരുന്നു? 18 to 36 അല്ലേ നമ്മൾ നോക്കുന്ന എല്ലാം നോർമലി അല്ലേ? പക്ഷെ ഇവിടെ 20 to 36 ആണ്. അതിന് കാരണമുണ്ട്. എന്തുകൊണ്ടാണ്? പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു PG ലെവൽ പോസ്റ്റ് ആണ് കേട്ടോ. PG ലെവൽ പോസ്റ്റ് ആണ്, UG അല്ല. അപ്പോൾ നമുക്കത് ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ മറക്കണ്ട, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 414. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് ഓർ കൊമേഴ്സ്, അതാണ് ഹൈലൈറ്റ് കേട്ടോ. ഇതാണ്ടാ നമ്മുടെ എക്കണോമിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ അതുപോലെ മാത്സിലോ കോമേഴ്സിലോ ഒരു മാസ്റ്റർ ഡിഗ്രി ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ വന്ന നമ്മുടെ ആ ഒരു റിസർച്ച് ഓഫീസറിന്റെ പോസ്റ്റിലേടാ നമുക്ക് ഈ കോമേഴ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അന്ന് ഈ പറഞ്ഞ പോലെ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്സ് ഇതിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ആഡ് ചെയ്തിരിക്കുന്നതാണ് കൊമേഴ്സുകാർക്കും എന്താണ് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കേട്ടോ. ശ്രദ്ധിക്കണേ. അതുപോലെ പിന്നെ അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ MSc മാത്സ് പഠിച്ച ഒരാൾ MSc മാത്സ് ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും BScയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പറായിട്ട് പഠിച്ചിരിക്കണം. BSc മാത്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പറായിട്ട് പഠിച്ചിരിക്കണം. അത് അവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ഇൻ കേസ് ഓഫ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഷോൾ ബി എ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി അറ്റ്ലീസ്റ്റ് ഇൻ ദ ബാച്ചിലേഴ്സ് ഡിഗ്രി ലെവൽ. അതല്ല, നിങ്ങളിപ്പോൾ ഒരു കൊമേഴ്സ് മാസ്റ്റർ ഓഫ് കൊമേഴ്സ് അഥവാ MCOM ഉള്ള ഒരാളാണെന്നിരിക്കട്ടെ. നിങ്ങൾ MCOM ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ BCom ലെവലിലെങ്കിലും എന്താണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അരിത്മെറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു പേപ്പർ പഠിച്ചിരിക്കണം. ഇനി നിങ്ങളൊരു BCom കഴിഞ്ഞൊരു MCOM ബിരുദധാരിയാണ്, മാസ്റ്റർ ഓഫ് കൊമേഴ്സ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഡിഗ്രി ലെവലിൽ BCom ലെവലിൽ നിങ്ങൾ ഒന്നുകിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അരിത്മെറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഒന്നെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അരിത്മെറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ച ആളാണെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ മറക്കണ്ട, ഒന്നുകിൽ എന്താണ് മാത്സിൽ PG ഉള്ളവർക്കോ അല്ലെങ്കിൽ എക്കണോമിക്സിൽ PG ഉള്ളവർക്കോ കോമേഴ്സിൽ PG ഉള്ളവർക്കോ സ്റ്റാറ്റിൽ PG ഉള്ളവർക്കോ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ സിലബസ് ഒന്ന് നോക്കാടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ലാസ്റ്റ് നടന്ന എക്സാം എന്ന് വെച്ചാൽ അതിൽ നമുക്ക് എക്കണോമിക്സും അതുപോലെ മാത്സ് അതുപോലെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിൽ 3 PG ഉള്ളവർക്കായിരുന്നു നമ്മുടെ ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അപ്രകാരം നമ്മുടെ സിലബസ് കണ്ടോ, സ്റ്റാറ്റിസ്റ്റിക്സ് 40 മാർക്സിനുണ്ടായിരുന്നു. പേപ്പർ 1 ആണ്, പാർട്ട് 1 സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു 40 മാർക്സിനുണ്ടായിരുന്നു. അതുപോലെ പാർട്ട് 2 എക്കണോമിക്സ് 30 മാർക്സിനുണ്ടായിരുന്നു. പാർട്ട് 3 മാത്സ് 20 മാർക്സിനായിരുന്നു. പിന്നെ പാർട്ട് 4 GKയും കറണ്ട് അഫേഴ്സും ചേർത്ത് 10 മാർക്കിനായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് കൊമേഴ്സ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൊമേഴ്സിൻ്റെ സബ്ജക്റ്റ് കൂടി അല്ലെങ്കിൽ കൊമേഴ്സിൻ്റെ സിലബസ് കൂടി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും
നമ്മുടെ എന്താണ് കൺഫർമേഷൻ വന്ന് നമ്മുടെ ആ ഒരു സിലബസ് വരുന്നത് വരെ നമുക്ക് ഈ ഒരു വ്യക്തമായ പ്ലാനിലൂടെ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എന്താണ് ഓൾഡ് സിലബസ് വെച്ചിട്ട് നമുക്ക് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സും മാത്സും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് അത് പഠിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സഹകാരിയുടെ റിസർച്ച് ഓഫീസറിൻ്റെ കോഴ്സ് സ്ട്രാറ്റജീസിനെ കുറിച്ച് നോക്കാം. സോ നമ്മുടെ ഈ കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് കോച്ചിങ് കൊടുത്ത ഒരു സെൻ്ററാണ് സഹകാരി എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും അതുപോലെ നമ്മുടെ എക്കണോമിക്സ് ആണെങ്കിലും മാത്സിനൊക്കെ ആണെങ്കിലും നല്ലൊരു ബിൽഡപ്പ് കൊടുത്തുകൊണ്ട് അവരെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്ന റിസർച്ച് ഓഫീസറിനും വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനും ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ സഹകാരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും നോട്ട്സുകളും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എക്സാം ഓറിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഡെയിലി എക്സാംസ്, വീക്ക്ലി എക്സാംസ്, റിവിഷൻ എക്സാംസ്, മന്ത്ലി എക്സാംസ് എന്നിങ്ങനെ നിങ്ങൾ ഫൈനൽ എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങളെ ഒരു നല്ല രീതിയിൽ എക്സാംസ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യിക്കാനൊരു ഒരു എക്സാം സ്ട്രാറ്റജി കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫുൾ സിലബസ് കവറേജ് പറയുന്നുണ്ട് 24/7. അതുപോലെ തന്നെ 24 മണിക്കൂറിനുള്ളിൽ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് അല്ലെ, നിങ്ങൾക്കൊരു ഡൗട്ട് വന്നാൽ 24 അവേഴ്സിനുള്ളിൽ അത് സോൾവ് ചെയ്യാനുള്ള തക്ക ഫാക്കൽറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 1-to-1 മെൻറ്റർഷിപ്പ്, ഇതൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും RO എന്നും ടൈപ്പ് ചെയ്തുകൊണ്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കാറ്റഗറി നമ്പർ ആരും മറക്കരുത്, 414/2025 ആണ്. അതുപോലെ തന്നെ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും December 3, 2025 ആണ്. താങ്ക്